സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും, അത് പണമോ നല്ല ജോലിയോ സ്നേഹമോ ആകട്ടെ, അത് ക്ഷണനേരം കൊണ്ട് നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ഒരു രഹസ്യ കോഡുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രശസ്ത ശാസ്ത്രജ്ഞൻ നിക്കോള ടെസ്ല പറഞ്ഞത് 3, 6, 9 എന്നീ സംഖ്യകളുടെ മാന്ത്രികത നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ താക്കോൽ ലഭിക്കുമായിരുന്നു എന്നാണ്. ഇന്ന് ഈ വീഡിയോയിൽ ടെസ്ലയുടെ ഈ പ്രപഞ്ച താക്കോൽ ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്ന് നാം പഠിക്കാൻ പോകുന്നു. ഇതാണ് 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. A to Z കാര്യങ്ങൾ ഇന്ന് നാം ചർച്ച ചെയ്യും. വീഡിയോ പൂർണ്ണമായും കാണുക. നിക്കോള ടെസ്ല ഒരു സാധാരണ ശാസ്ത്രജ്ഞനായിരുന്നില്ല. വൈദ്യുതിയുടെയും എഞ്ചിനീയറിംഗിന്റെയും ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച അദ്ദേഹം സംഖ്യകളുടെ ശക്തിയിലും വിശ്വസിച്ചിരുന്നു. അദ്ദേഹം 3, 6, 9 എന്നീ സംഖ്യകളോട് അങ്ങേയറ്റം ആസക്തിയുള്ളവനായിരുന്നു. ഒരു കെട്ടിടത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം 3 തവണ അതിനു ചുറ്റും നടക്കുമായിരുന്നു. തന്റെ പ്ലേറ്റുകൾ തുടയ്ക്കാൻ 18 തൂവാലകൾ ഉപയോഗിച്ചു. ഇത് 3, 6, 9 എന്നിവ കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യയാണ്. എന്തുകൊണ്ടാണ് ഈ സംഖ്യകൾ ഇത്ര സവിശേഷമായത്? ഗണിതശാസ്ത്രപരമായി നമ്മൾ സംഖ്യകളെ ഇരട്ടിയാക്കുമ്പോൾ 1, 2, 4, 8, 16 ഉണ്ടാകുന്ന പാറ്റേണുകളിൽ 3, 6, 9 എന്നിവ ഒരിക്കലും വരില്ല. പലരും വിശ്വസിക്കുന്നത് 3, 6, 9 എന്നിവ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഊർജത്തെയും വൈബ്രേഷനെയും പ്രതിനിധീകരിക്കുന്നു എന്നാണ്. 3 സൃഷ്ടിയെയും 6 യോജിപ്പിനെയും 9 പൂർത്തീകരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ രീതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ശാസ്ത്രീയമായി ചിന്തിക്കാം. ഇത് മാജിക് അല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു പരിശീലനമാണ്. ലോ ഓഫ് അട്രാക്ഷൻ. നമ്മുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ശക്തമാണ്. ഒരു കാര്യത്തിൽ നമ്മൾ ആവർത്തിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ കണ്ടെത്താൻ തുടങ്ങും. 3, 6, 9 എന്നീ സമയങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതുന്നത് വഴി ദിവസം മുഴുവൻ നമ്മൾ ആ ആഗ്രഹത്തിന്റെ വൈബ്രേഷനിൽ തുടരുന്നു. ഇത് നമ്മുടെ ചിന്തകളെയും പ്രവർത്തികളെയും ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. ഇനി ഈ രീതി എങ്ങനെയാണ് ശരിയായി ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു പ്രത്യേക ഡയറിയും പേനയും ഇതിനായി മാറ്റിവെക്കുക. സ്റ്റെപ്പ് 1. ഒരു വ്യക്തമായ ആഗ്രഹം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി തീരുമാനിക്കുക. എനിക്ക് കുറേ പണം വേണം എന്നതിനു പകരം എനിക്ക് ഈ മാസം 50,000 രൂപ ലഭിക്കണം എന്ന് വ്യക്തമായി പറയുക. സ്റ്റെപ്പ് 2. ഒരു അഫർമേഷൻ തയ്യാറാക്കുക. നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ എഴുതണം. ഇതിൽ നന്ദിയും സന്തോഷവും ഉൾപ്പെടുത്തണം. ഉദാഹരണത്തിന്, എനിക്ക് 50,000 രൂപ ലഭിച്ചതിൽ ഞാൻ പ്രപഞ്ചത്തോട് വളരെയധികം നന്ദിയുള്ളവനാണ്. ഞാൻ വളരെ സന്തോഷവാനാണ്. സ്റ്റെപ്പ് 3. ദ 369 റുട്ടീൻ. 1. രാവിലെ 3 തവണ എഴുന്നേറ്റ ഉടൻ തന്നെ നിങ്ങളുടെ അഫർമേഷൻ 3 തവണ ഡയറിയിൽ എഴുതുക. 2. ഉച്ചയ്ക്ക് 6 തവണ. ഉച്ചസമയത്ത് വീണ്ടും അതേ അഫർമേഷൻ 6 തവണ എഴുതുക. 3. രാത്രി 9 തവണ. ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് അത് 9 തവണ എഴുതുകയും ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വെറുതെ എഴുതുകയല്ല വേണ്ടത്. എഴുതുമ്പോൾ ആ ആഗ്രഹം സഫലമായ അനുഭവം നിങ്ങളുടെ മനസ്സിൽ വരണം. രാവിലെ എഴുതുമ്പോൾ ആ ആഗ്രഹം നിങ്ങളുടെ ദിവസത്തിന് ഊർജം നൽകണം. ഉച്ചയ്ക്ക് എഴുതുമ്പോൾ അത് നിങ്ങളുടെ ലക്ഷ്യം ഓർമ്മിപ്പിക്കണം. രാത്രി എഴുതുമ്പോൾ അത് സഫലമായി എന്ന പൂർണ്ണ സംതൃപ്തിയോടെ ഉറങ്ങാൻ പോകണം. വിശ്വാസമാണ് ഇതിന്റെ അടിസ്ഥാനം. ഇത് നടക്കുമോ എന്ന സംശയം നിങ്ങളുടെ വൈബ്രേഷൻ കുറയ്ക്കും. പലരും പരാജയപ്പെടുന്ന ചില കാരണങ്ങൾ നോക്കാം. 1. അക്ഷമ. 2 ദിവസം ചെയ്തു, ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് നിർത്തരുത്. കുറഞ്ഞത് 21 ദിവസമോ അല്ലെങ്കിൽ ആഗ്രഹം നടക്കുന്നതുവരെയോ ഇത് തുടരുക. 2. വികാരമില്ലാതെ എഴുതുക. യാന്ത്രികമായി എഴുതുന്നത് ഗുണം ചെയ്യില്ല. 3. ആവശ്യമില്ലാത്ത ചിന്തകൾ. എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും എന്നോർത്ത് വിഷമിക്കരുത്. എങ്ങനെ എന്നത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിലും വിശ്വാസത്തിലും മാത്രം ശ്രദ്ധിക്കുക. ടിപ്പ്: എഴുതിയ ശേഷം കുറച്ച് സമയം ധ്യാനിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ഫോക്കസ് കൂട്ടാനും സഹായിക്കും. നിക്കോള ടെസ്ലയുടെ 369 രീതി വളരെ ലളിതമാണ്, എന്നാൽ അതിശക്തമാണ്. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ സഹായിക്കും. എന്നാൽ അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിശ്വാസവും പരിശ്രമവും ആവശ്യമാണ്. ഇന്ന് തന്നെ ഒരു പുതിയ ഡയറിയോ പുസ്തകമോ എടുത്ത് ഈ രീതി ആരംഭിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റുകളിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. എല്ലാവർക്കും ഒരു മികച്ച ദിനം ആശംസിക്കുന്നു.